പ്രൊഫ്കോൺ ധർമ്മചിന്തയും മൂല്യബോധവുമുള്ള വിദ്യാർത്ഥി തലമുറയുടെ സൃഷ്ടിപ്പ് ലക്ഷ്യമാക്കി MSM സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ്കോൺ കഴിഞ്ഞ 12 വർഷമായി ദക്ഷിണേന്ത്യയിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സമ്മേളനം മാർച്ച് 13, 14, 15 തീയതികളിലായി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ പ്രൊഫ്കോൺ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഹിജ്റയുടെ നൊമ്പരങ്ങളും വേദനകളുമായി മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ജന്മനാട്ടിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട, ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ അള്ളാഹു നൽകിയ നെറ്റിത്തടം കൊണ്ട് അവൻ സൃഷ്ടിച്ച ഭൂമിയിൽ അവന് മാത്രമേ സാഷ്ടാംഗം നമിക്കൂ എന്ന തീരുമാനം എടുത്തതിൻ്റെ പേരിൽ മറ്റൊരു നാട്ടിൽ മറ്റു പലരുടെയും ആശ്രയത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, മദീന പള്ളി എന്ന ഓലമേഞ്ഞ ചെറിയ സംവിധാനത്തിൻ്റെ കീഴിൽ അവരുടെ മുന്നിൽ ഓരോ പ്രഭാതങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രഭാതങ്ങളിലും അവരുടെ കണ്ണുകൾ മക്കയെന്ന ദേശത്തേക്ക് തിരിയാറുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് ആരാണ് പുതിയ വിശ്വാസം സ്വീകരിച്ച് ഇന്ന് വരുന്നത് എന്ന ആകാംക്ഷ നിറഞ്ഞ കണ്ണുകൾ, പ്രതീക്ഷ നിറഞ്ഞ മനസ്സുകൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സഹാബി, ഒരു പുതിയ വിശ്വാസി പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൽപ്പം വിഷമത്തോടുകൂടെ, ഒരിത്തിരി പ്രയാസത്തോടുകൂടി ആ സദസ്സിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ആരാണ് എൻ്റെ അതിഥിയെ ഈ സദസ്സിൽ സ്വീകരിക്കാനുള്ളത്? ആർക്കാണ് എൻ്റെ അതിഥിയെ ഇന്ന് അവരുടെ വീട്ടിൽ താമസിപ്പിക്കാൻ കഴിയുക?
ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത സ്വഹാബത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവശ്യം കേട്ട് പരസ്പരം മുഖത്തേക്ക് നോക്കിയപ്പോൾ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ഞാൻ കൊണ്ടുപോകാം, ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകാം, ഞാൻ റെഡിയാണ്. ആ രാത്രിയിൽ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയെയും കൊണ്ട്, ഈ പുതിയ വിശ്വാസിയെയും കൊണ്ട്, ദീനിന്റെ പേരിൽ തനിക്ക് കിട്ടിയ ഈ പുതിയ സുഹൃത്തിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടുവാതിൽക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു. ആ ഭാര്യയുടെ മനസ്സിൽ ഒരു അതിഥിയെയും കൊണ്ടുവരുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആശങ്കകളുടെ തിരയടികൾ ഉണ്ടായി. ഒരുപാട് ആശങ്കകൾ അവരുടെ മനസ്സിൽ ഉയർന്നു പൊങ്ങി. കാരണം അബൂ ത്വൽഹ തിരിച്ചു വന്നാൽ അബൂ ത്വൽഹക്ക് വിളമ്പാനുള്ള ഭക്ഷണം പോലും ഇല്ലാത്ത വീട്ടിലേക്ക് ഒരതിഥിയെയും കൊണ്ടിതാ കടന്നു വന്നിരിക്കുന്നു. ഒരതിഥിയെയും കൊണ്ടിതാ അബൂ ത്വൽഹ വന്നിരിക്കുന്നു. ഇവിടെ ഭക്ഷണം ഇല്ല എന്നറിഞ്ഞിട്ടും ഭർത്താവിന്റെ അടുക്കൽ പോയി അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ മോന് ഉണരുമ്പോ മോന് കെടുക്കാനുള്ള ഭക്ഷണം അല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്കിത് അറിഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെയും കൊണ്ടുപോകുന്നത്? അബൂ ത്വൽഹത്തുൽ അൻസാരി എന്ന സ്വഹാബി ഇസ്ലാം എന്ന മതം ചരിത്രത്തിൽ സൃഷ്ടിച്ച അതുല്യമായ സ്നേഹത്തിന്റെയും അതുല്യമായ ആദർശബന്ധത്തിന്റെയും അതുല്യമായ മാർഗദർശനങ്ങളുടെയും ചരിത്രത്തിന്റെ ആമുഖമായി എഴുതേണ്ട 2 വരികൾ അന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു. നമ്മുടെ കുട്ടി ഉണരുമ്പോൾ നീ അവനെ വീണ്ടും ആട്ടിയുറക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും നീ ഭക്ഷണം വിളമ്പുക. ഞങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം 2 പാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയും ഉള്ള ഭക്ഷണം ഒരു പാത്രത്തിൽ വെക്കുകയും ചെയ്യുക. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ ഞാൻ വിളക്കൂതിക്കൊള്ളും, ഉള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊള്ളും, എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്കിടയിലുള്ള മഹത്തായ സ്നേഹത്തിന്റെ അതിസുന്ദരമായ ഒരു ഉദാഹരണമാണിത്. ഇനി ചരിത്രത്തിന്റെ 2ാമത്തെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മദീന പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുന്ന പ്രവാചക തിരുമേനി, മദീന പള്ളിയിൽ ജനങ്ങളെ ഉപദേശിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ജനങ്ങളെ, തീർച്ചയായും ബനു ഇസ്രായേലികൾ ബനു ഇസ്രായേലികൾക്ക് വന്ന ദുരന്തങ്ങൾ അത്രയും എന്റെ ജനസമൂഹത്തിലും എന്റെ ജനങ്ങളിലും വരുന്ന ഒരു കാലഘട്ടത്തെ ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് ആ റസൂലുള്ളാഹി പറഞ്ഞു, അവർ അവരുടെ ഉമ്മമാരെ അവരുടെ ലൈംഗിക ആവശ്യ പൂർത്തീകരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് എന്റെ ഉമ്മത്തും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരും. അതും കഴിഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞ വാചകമാണ് പിന്നീട് നമ്മൾ ഓർക്കേണ്ടത്. എന്താണെന്നറിയോ? വസതഫ്തരിഖു ഉമ്മത്തി, നിശ്ചയം എന്റെ സമൂഹം അവര് കക്ഷികളായി പിരിയും. എത്ര കക്ഷികളെന്നല്ലേ? 73 കക്ഷികളായി എന്റെ ഉമ്മത്ത് പിളരും. എന്റെ ഉമ്മത്തിൽ 73 കക്ഷികൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് സഹോദരങ്ങളെ ആരോടാണെന്നറിയുമോ? അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സ്വഹാബത്തിരിക്കുന്ന സദസ്സിനോടാണ്. ആ പ്രവാചകൻ ആ മിമ്പറിൽ നിന്ന് ചരിത്രത്തിൽ പ്രഖ്യാപിച്ച ഒരു പ്രവചനവും പുലരാതെ പോയിട്ടില്ലെങ്കിൽ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, സമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് നിലനിൽക്കുന്ന അവിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ആത്മീയ ചൂഷണങ്ങളുടെയും കള്ളക്കച്ചവടങ്ങളുടെയും നേർക്കാഴ്ചയിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്നാണ് ഈ സദസ്സെന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ മുഖം ചുളിച്ചു നിന്നതുകൊണ്ട് യാതൊരു വഴിയും പ്രിയപ്പെട്ടവരെ സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി പറഞ്ഞത്, പ്രവാചക തിരുമേനിയിൽ വിശ്വസിച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹു പ്രഖ്യാപിച്ച, കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്ന, ആകാശങ്ങൾക്കുപരിയിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്ന ജനസമൂഹത്തെ സംബന്ധിച്ചു തന്നെയാണ്. എന്റെ സമൂഹം ഭിന്നിക്കുകയും എന്റെ സമൂഹം വിഭജിക്കുകയും എന്റെ സമൂഹം കക്ഷികളായി പിളരുകയും ചെയ്യും. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച ഐക്യങ്ങളുടെ സ്വപ്നം കാണുന്നവരോട് വളരെ കൃത്യമായി ഞാൻ പറയുന്നു, മുസ്ലിങ്ങൾ കക്ഷിയായി പിളരുമെന്നും 73 കക്ഷികൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊരു പരീക്ഷണമാണ്.
അല്ലെ? അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു ഭിന്നിപ്പില്ലാത്തൊരു വർഗമായി മനുഷ്യരെ പടക്കാമായിരുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി, കുരിശുമരങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്തവരായി, ചില്ലിലടക്കപ്പെട്ട ദൈവങ്ങളോട് പ്രാർത്ഥിക്കാത്തവരായി, അല്ലെങ്കിൽ പൂജിക്കപ്പെടുന്ന മനുഷ്യ ദൈവങ്ങൾക്ക് മുന്നിൽ ചെല്ലാത്തവരായി മനുഷ്യരെ സൃഷ്ടിക്കാൻ റബ്ബിന് കഴിയുമായിരുന്നു. അങ്ങനത്തെ ഒരു സൃഷ്ടി വിഭാഗത്തെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അവര് മലക്കുകളാണ്. മലക്കുകൾക്കിടയിൽ ഭിന്നിപ്പില്ല, മലക്കുകൾക്കിടയിൽ മസ്അലയിൽ തർക്കമില്ല, മലക്കുകൾക്കിടയിൽ ഖണ്ഡനമില്ല, മലക്കുകൾക്കിടയിൽ സംവാദമില്ല, മലക്കുകൾക്കിടയിൽ വ്യത്യസ്ത പേരിട്ട സംഘടനകളില്ല. മുസ്ലിം സമൂഹത്തിലോ മുസ്ലിം ഉമ്മത്തിലോ വ്യത്യസ്ത പേരിട്ട സംഘടനകളുണ്ട്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർക്കിടയിൽ വികാര ജീവികൾ ജീവിക്കുന്ന കാലത്തോളം അവർക്കിടയിൽ പ്രശ്ന സങ്കീർണമായ സംഗതികൾ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ്? പരസ്പരം ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും നേരിടുന്നവരെ, അവർ കുറ്റം പറയുന്നവരും അവർ വിമർശകരും അവർ ആക്ഷേപകരുമാണ്, സമുദായത്തെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നവരാണ് എന്ന മനസ്ഥിതിയോട് കൂടെ ഞാൻ ഒന്നിലേക്കുമില്ലെന്ന് പറഞ്ഞ് മതവിശ്വാസത്തിന്റെ ആത്മീയതയുടെ ഈ ജംഗ്ഷനുകളിൽ, ഈ സംഗമ ഭൂമികളിൽ തലയും താഴ്ത്തി നാം മാത്രം ഒരു പരിശുദ്ധിയുടെ ചിഹ്നവും സ്വീകരിച്ച് മൗനം പാലിച്ച് സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കു നേരെ കയ്യോങ്ങേണ്ടവർ, അരുതെന്നു പറയേണ്ടവർ, ചെയ്യരുതെന്ന് നിർദ്ദേശിക്കേണ്ടവർ അത് പറയാതെ പിന്മാറിപ്പോകണോ? അതിന്റെ ഉത്തരവും പറയേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മിമ്പറിൽ നിന്ന് ഇറങ്ങും മുമ്പ് അള്ളാഹിന്റെ പ്രവാചകൻ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, ഈ 73 കക്ഷിയും സ്വർഗത്തിൽ പോവുകയില്ല. ഈ 73 കക്ഷിയും സ്വർഗത്തിൽ പോവുകയില്ല. ഒരൊറ്റ കക്ഷി മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ആ കക്ഷി ഏതാണെന്നല്ലേ? മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേതൊരു കർമ്മമാർഗത്തെ സ്വീകരിച്ചോ ആ കർമ്മമാർഗത്തെ സ്വീകരിച്ചവർക്ക് നാളെ സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്ന സ്വർഗം, അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗം, ലക്ഷക്കണക്കിന് പ്രവാചകന്മാരാൽ ചരിത്രം മുഴുവൻ കേട്ട സ്വർഗം, മാനവരാശി ജീവിച്ച മുഴുവൻ പ്രദേശങ്ങളിലും മനുഷ്യർക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം. ആ സ്വർഗം കിട്ടണോ? അതിന് വളരെ ചെറിയ ഫോർമുല മാത്രമേ ഉള്ളൂ. അതിനൊരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല, അതിന് ഒരുപാട് പ്രയാസപ്പെടേണ്ടതില്ല. മറിച്ച് അതിനാകെ ഒരു ഫോർമുല ഉള്ളൂ. അതെന്താ? മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ജീവിക്കുന്ന കർമ്മമാർഗം ആര് സ്വീകരിക്കുന്നോ അവർക്ക് രക്ഷപ്പെടാന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി പറയാണ്, എന്റെ ഉമ്മത്തിൽ തന്നെ എനിക്ക് ശേഷം തർക്കങ്ങളും ഭിന്നിപ്പുകളും വരും. പറയുന്നതോ, യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ മരണത്തിന്റെ വക്രത്തിൽ കിടക്കുന്ന ആൾക്ക് വെള്ളവും കൊണ്ട് ചെന്നപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്രേ വിശ്വാസത്തിന്റെ പേരിൽ വാളുകൊണ്ട് വട്ടേറ്റി മരിക്കാൻ കിടക്കുന്ന തന്റെ കൂട്ടുകാരനെ. അയാളുടെ അടുത്ത് ചെന്നപ്പോഴോ അയാൾ അടുത്ത ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്രേ. 7 മഹാസമുദ്രങ്ങളിലെയും വെള്ളം മുഴുവൻ കുടിച്ചാലും ദാഹം തീരാത്ത അത്ര ദാഹമുള്ള സമയത്തും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്ന ആ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒരു പട്ടാളക്കാരനും ബാക്കിയായെങ്കിൽ അത്രയും സ്നേഹമുള്ള മനസ്സുള്ള സ്വഹാബത്തിന്റെ മുന്നിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ഭിന്നിക്കും, നിങ്ങൾക്കിടയിൽ തർക്കം വരും, നിങ്ങൾ പരസ്പരം തല്ലും, നിങ്ങൾ പരസ്പരം പ്രശ്നങ്ങളിൽ അകപ്പെടും. അന്ന് എന്തു ചെയ്യണം? ചുളിയാത്ത കോളറും ചളിയാകാത്ത ഷർട്ടും, അല്ലേ? സമൂഹത്തിന്റെ മുന്നിൽ നല്ലൊരു വ്യക്തിത്വവും കിട്ടണമെങ്കിൽ ഒരുപക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമാവേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. പക്ഷേ അത് വിശ്വാസത്തിന്റെ മാർഗമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച മാർഗം സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ അവിടുത്തെ 23 കൊല്ലത്തെ ജീവിത കാലഘട്ടങ്ങളിൽ ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു വഴി കാണിച്ചോ ആ വഴി സ്വീകരിക്കണം. ആ സ്വഹാബികൾ റസൂലുള്ളാഹിയെ നോക്കിക്കണ്ടപ്പോൾ അവരേതൊരു രീതി സ്വീകരിച്ചോ ആ രീതി അവലംബിക്കണം. അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ എത്രയോ മുമ്പ് മരണത്തെ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ, ഞാൻ മരിക്കാൻ പോകുന്നു മനുഷ്യരെ എന്ന അറിയിപ്പുകൾ നൽകി കഴിഞ്ഞിരുന്നല്ലോ, അല്ലെ? മെല്ലെ മെല്ലെ പ്രവാചകൻ ആ ജനതയെ പഠിപ്പിച്ചു. തനിക്കു വേണ്ടി ഹൃദയം പറിച്ചു തന്നവർ, തനിക്കു വേണ്ടി ഒരു ദിവസം ഒരു സന്ധ്യാവേളയിൽ ഹിജ്റയുടെ പ്രഖ്യാപനം നടത്തിയപ്പോൾ
ആയിരക്കണക്കിന് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന വിശാലമായ പ്രദേശങ്ങളിലെ സ്വത്തുക്കൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് മക്കളെയും കുട്ടികളെയും കൂട്ടുകുടുംബങ്ങളെയും വലിച്ചെറിഞ്ഞ് കയ്യിൽ കിട്ടിയത് നുള്ളി പൊറുക്കി സ്വീകരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത മദീനയിലേക്ക് ഹിജറ പോയവർ, ആ ഹിജറ പോയവർ ഒരു പെട്ടെന്നൊരു നിമിഷം താൻ പിൻവലിക്കപ്പെടുമ്പോൾ അവർ വേദനിക്കുമെന്ന് തിരിച്ചറിഞ്ഞ റസൂലുള്ളാഹി അവർക്ക് മരണത്തെ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞിരുന്നു. അന്ന് റസൂലുള്ള പറഞ്ഞ വാചകാണ്, എന്താ അറിയോ? അന്ന് റസൂലുള്ള പറഞ്ഞ വാചകം ചുളിയാത്ത ഷർട്ടും ചളിയാകാത്ത കോളറുമായി സമൂഹ മധ്യത്തിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഉള്ള പാഠമാണ്. നിങ്ങൾ എനിക്കു ശേഷം ധാരാളം ഭിന്നതകൾ നിങ്ങൾക്കിടയിൽ കാണും. അപ്പോഴോ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ മാർഗം അവലംബിക്കണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. എങ്കിൽ സുഹൃത്തുക്കളെ, ആ സ്വഹാബത്തിന്റെയും റസൂലുള്ളാഹിയുടെയും മാർഗത്തിന്റെ പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ടേം. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പദപ്രയോഗം പ്രവാചകൻ പ്രയോഗിച്ചതല്ല. അത് പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹം രൂപപ്പെടുത്തിയതാണ്. അത് രൂപപ്പെടുത്തേണ്ടി വന്നൊരു ഘട്ടത്തിൽ എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ? 3 പദങ്ങളാണ് ഇവിടെ ഉള്ളത്. 1 അഹ്ല്, 2 സുന്നത്ത്, 3 ജമാഅത്ത്. നമുക്ക് സുന്നത്തിനെയും ജമാഅത്തിനെയും ആദ്യം പരിശോധിക്കാം. എന്താണ് സുന്നത്ത്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇവിടെ തന്നെ നമ്മുടെ ഈ സെഷനുകളിൽ തന്നെ വിശദീകരിക്കപ്പെട്ടതുപോലെ വൽ മുറാദു ബിസ്സുന്ന മാ ജാഅ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീരിഹി, പ്രവാചക തിരുമേനിയുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും അടങ്ങുന്ന അവിടുത്തെ മതകീയ നിർദ്ദേശങ്ങളുടെ സമാഹരണത്തിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഒരു മുസ്ലിം ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, അവലംബിക്കേണ്ടത് എന്തിനെയാണ്? ഒന്നാമത് അവലംബിക്കേണ്ടത് ആ പ്രവാചക തിരുമേനിയുടെ കർമ്മമാർഗത്തെയാണ്, അല്ലേ? ആ കർമ്മമാർഗത്തിന്റെയും മുമ്പ് പ്രമാണമായി നിശ്ചയിക്കപ്പെട്ട റസൂലുള്ളാഹി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഖുർആനിനെയാണ്. ഖുർആനിനെയും സുന്നത്തിനെയും നമ്മൾ സ്വീകരിക്കണം. ഇനിയോ ജമാഅത്ത് എന്താ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വൽ ജമാഅ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനിയുടെ സ്വഹാബത്ത് ഏതൊരു മാർഗത്തിൽ ഉറച്ചു നിന്നോ ആ മാർഗത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അഹ്ല് എന്ന് പറഞ്ഞാലോ ഈ സുന്നത്തും ഈ സ്വഹാബത്തിന്റെ മാർഗവും അവലംബിക്കുന്ന ആളുകൾ. ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ക്ലിയർ ആവാൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താണ് ഖുർആനും സുന്നത്തും മാത്രമല്ലല്ലോ റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ചത്. ഖുർആനും സുന്നത്തും മാത്രം സ്വീകരിച്ചോ എന്നല്ലല്ലോ, മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൂടെ ഞാനും എന്റെ സ്വഹാബത്തും അവലംബിക്കുന്ന മാർഗമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്തുകൊണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് ഇവിടെ എന്തിനെല്ലാമാണ് സുഹൃത്തുക്കളെ പ്രമാണങ്ങൾ ഉദ്ധരിക്കാത്തത്? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, ശവകുടീരങ്ങളിൽ സങ്കടഹർജികളുമായി ചെല്ലാൻ, അള്ളാഹുവിന്റെ തിരുദൂതരെ തന്നെ വിളിക്കാൻ, അല്ലേ? അല്ലെങ്കിൽ മരണാനന്തര ക്രിയകൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾക്കും പ്രമാണങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു. ഇവിടെ ഒരു മുഅ്മിൻ ആത്മീയതയുടെ വഴിപ്പിരിവുകളിൽ അന്തം വിട്ടു നിൽക്കുകയാണ്. എല്ലാവർക്കും ഓതാനുള്ളതും എല്ലാവർക്കും പറയാനുള്ളതും എല്ലാവർക്കും കേൾക്കാനുള്ളതും ഖുർആൻ തന്നെയാണ്. ഇവിടെയാണ് ഒരു മുസ്ലിം അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച പരിച സ്വീകരിക്കുന്നത്. എന്താ പ്രവാചകൻ നിശ്ചയിച്ച പരിച? അന്നുജൂമു അമനത്തുൻ ലിസ്സമാ, ആകാശത്തെ നക്ഷത്ര കോടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആകാശത്തെ നക്ഷത്ര കോടികൾ ആകാശത്തിന്റെ സുരക്ഷിത കവചമാണ്. അങ്ങനെ ഫൈദാ ദഹബത്, ആ നക്ഷത്ര കോടികൾ ഉതിർന്നു വീഴുന്ന അന്ന് അതസ്സമാ, ആകാശത്തിന് വന്നെത്തും. അതിന് വിധിക്കപ്പെട്ട കാര്യം ആകാശത്തിന് വന്നെത്തും. ആകാശം പൊട്ടിപ്പിളർന്ന് അത് താഴേക്ക് പതിക്കുന്ന രംഗം വരും. എന്നിട്ട് തിരുനബി തുടർന്നു, വാന അമനതുൽ ലിഅസ്ഹാബി, ഞാൻ എന്റെ സ്വഹാബത്തിനുള്ള സുരക്ഷിത കവചമാണ്. എനിക്ക് വേണ്ടി ജീവിച്ചവർ, ഇസ്ലാമിനു വേണ്ടി ലോകത്ത് വെളിച്ചം പകർന്നവർ, ആ സ്വഹാബത്തിനുള്ള സുരക്ഷിത കവചമാണു ഞാൻ. ഫൈദാ ദഹബതു, അങ്ങനെ ഞാൻ പോയാലോ, എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാഴികയും നാളും കഴിഞ്ഞ്, എനിക്ക് നിശ്ചയിക്കപ്പെട്ട വിധി നിർണയത്തിന്റെ നാളു കഴിഞ്ഞ് ആത്മീയതയുടെ ആത്മാവിന്റെ ലോകത്തേക്ക്, മരണത്തിന്റെ ലോകത്തേക്ക് ഞാൻ പിൻവലിക്കപ്പെട്ടാലോ? അള്ളാഹുവിന്റെ റസൂൽ തുടരുന്നു, ഫൈദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ, എന്റെ ഉമ്മത്തിന്, എന്റെ അസ്ഹാബിന് അവർക്ക് നിശ്ചയിക്കപ്പെട്ടത് വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ നക്ഷത്രങ്ങൾക്ക് ആകാശത്തോടുള്ള ബന്ധം സ്വഹാബത്തിന് പ്രവാചകനോടുള്ള ബന്ധമാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു.
പ്രവാചക തിരുമേനിയുടെ പ്രവചനം പുലരുകയും ചെയ്തു. തിരു റസൂലുള്ളാഹി വഫാത്തായതോടുകൂടെ മുസ്ലിങ്ങൾ കക്ഷികളായി പിളരുകയും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞ വരിയാണ് നമ്മളെ വിഷയം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ വരിയാണ്. എന്താ റസൂലുള്ളാന്റെ വാചകം? റസൂലുള്ള പറയാണ്, വാ അസ്ഹാബി അമനതുൽ ഉമ്മത്തി. ശരിക്കും പഠിച്ചു വെച്ചോളി, അതൊരു വാക്കാണ്, അതൊരു വാക്കാണ്. എന്താ? സ്വന്തം ജീവിതത്തിൽ മതരംഗത്ത് ഞാൻ എന്തു തീരുമാനമെടുക്കണമെന്നറിയാത്തവർ അല്ലേ? പലപ്പോഴും ഇങ്ങനത്തെ സദസ്സുകളിൽ വന്ന് ഇടക്കിടക്കൊക്കെ തന്റെ കട്ടിയുള്ള പുസ്തകങ്ങളുടെ പഠന തിരക്കുകളിൽ നിന്നും മാറി ജീവിതത്തെ സംബന്ധിച്ചും മതത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചും ഒക്കെ ആലോചിക്കാൻ അവസരം കിട്ടുമ്പോ 100,000 ചോദ്യചിഹ്നങ്ങൾ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വന്നവർക്ക് ജീവിതത്തിലെ അവസാനത്തെ തീരുമാനത്തിന്റെ വാചകാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞത്, വാ സുഹാബി, എന്റെ സ്വഹാബത്തില്ലേ, എന്റെ സ്വഹാബത്ത്, അവര് അമനത്തുൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനുള്ള സുരക്ഷിത കവചമാണ്. അവര് പോയാൽ എന്റെ ഉമ്മത്തിന് നിശ്ചയിക്കപ്പെട്ടത് വരും. എന്താ വാചകത്തിന്റെ അർത്ഥം? എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? മുസ്ലിം സമൂഹം അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കർമ്മങ്ങളെയും സ്വീകരിക്കുമ്പോൾ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കപ്പെട്ടാൽ, റസൂലുള്ളാഹിയുടെ ഒരു ചര്യ എന്ന നിലക്ക് വിഷയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടാൽ ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ആയത്ത് കേൾക്കുകയാണ്, ചാവടി യന്ത്രത്തിന് ഒരു ആയത്ത് കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഖുനൂത്തോദാൻ ഒരു ആയത്ത് കേൾക്കുകയാണ് അല്ലേ? എന്താ ഖുനൂത്തോദാൻ സാധാരണ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ആയത്തുണ്ടല്ലോ, നിങ്ങൾ ഫഖൂമു ലില്ലാഹി ഖാനിതീൻ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ കാനിതീങ്ങളായി ഖുനൂത്ത് ചെയ്യുന്നവരായി നിൽക്കണം എന്നാണ് അല്ലേ? ഈ ആയത്ത് ദുർവ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എങ്കിലൊരു മുഅ്മിൻ ഈ ആയത്ത് കേട്ടാൽ എന്ത് ചെയ്യും? ലക്ഷക്കണക്കിന് സ്വഹാബത്താണ് ചരിത്രത്തിൽ ഈ ആയത്ത് ആദ്യമായി കേട്ടത്. പ്രവാചക തിരുമേനിയുടെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീണ ആയത്തുകളെ ഹൃദയത്തിലേക്കേറ്റി കടലും കടന്ന് അവർ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ സൃഷ്ടിക്കാൻ പോയിരുന്നു. അന്ന് ഈ ആയത്ത് കേട്ടിട്ട് അവർക്ക് എന്തു മനസ്സിലായി? ഈ ആയത്ത് കേട്ടിട്ട് ഇത് സുബഹിന് ഖുനൂത്ത് ഓതാനുള്ള ആയത്താണെന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. നേരെ മറിച്ച് സഹാബത്ത് തന്നെ അതിന് വ്യാഖ്യാനം പറഞ്ഞെടുത്ത് പറഞ്ഞു, നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിൽ അവർ നമസ്കാരത്തിന്റെ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു എന്നാണ്. നമസ്കാരത്തിന്റെ ഇടയ്ക്ക് അശ്രദ്ധമാവുകയും സംസാരം വരികയൊക്കെ ചെയ്യും അല്ലേ? വേണമെങ്കിൽ എന്താ എൻ്റെ അടുത്ത് 5 രൂപ തരാണ്ടോന്ന് ചോദിക്കും. ഇങ്ങനെ വന്നപ്പോഴാണ് ഇസ്ലാം ഖുർആൻ അവരെ ആ നിലക്കുള്ള അശ്രദ്ധകളിൽ നിന്ന്, ഭൗതിക ചുറ്റുപാടുകളിൽ നിന്ന് വിലക്കിയിട്ട് നിങ്ങൾ പരിപൂർണമായി ശാന്തരായി വളരെ കൃത്യമായി പൂർണ്ണമായി അള്ളാഹുലേക്ക് മടങ്ങണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, സുന്നത്തിനെയും ജമാഅത്തിനെയും അവലംബിക്കണം. അങ്ങനത്തെ ആളുകൾക്കാണ് അഹ്ലു സുന്നത്ത് എന്ന് പറയാം. അപ്പോൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാണ്. എന്താ? ജീവിതത്തിൽ 100 കണക്കിന് വിഷയങ്ങളിൽ തർക്കമുണ്ട് അല്ലേ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? അല്ലെങ്കിൽ ദിക്റുകളും പ്രാർത്ഥനകളും നല്ലതല്ലേ എന്ന പേരിൽ ഒരു മുസ്ലിമിനെ നടപ്പിലാക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഖബറുകൾ കെട്ടി ഉയർത്താമോ? തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം എത്രയാണ്? ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് വരുമ്പോ ശൈത്താൻ നമ്മളോട് പറയും, ഇതൊരു ആവശ്യമില്ലാത്ത വിഷയമാണ്, ഇതൊരിക്കലും ആവശ്യമില്ലാത്ത വിഷയമാണ്, ഇതൊരിക്കലും ആവശ്യമില്ലാത്ത വിഷയമാണെന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ച നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിയൂല. ഐക്യത്തിലിരിക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാ, എന്റെ ഉമ്മത്ത് പിളരും, അതുകൊണ്ട് നമ്മളതിൽ ബേജാറായിട്ട് കാര്യമില്ല. എന്താ മുസ്ലിം സമൂഹം അങ്ങനെയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹിന്റെ പ്രവചനാണിത്. ഇനി എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണം. നബി ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ കഴിയുമോ? അതിന് ഒരിത്തിരി ധീരത വേണം. അങ്ങാടിയിൽ ഒരു വണ്ടി, 2 വണ്ടികൾ തമ്മിൽ കുത്തിയാൽ അവിടെ പിടയുന്ന മനുഷ്യനെ കയ്യിലെടുക്കാൻ ധൈര്യം നമുക്കുണ്ട് അല്ലേ? രാഷ്ട്രീയ പാർട്ടി സ്വന്തം ക്യാമ്പസിൽ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചാൽ അതിന്റെ മുന്നിൽ നിൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ധീരമായി നേതൃത്വം നൽകാൻ നമുക്ക് കഴിയും. പക്ഷേ നമ്മുടെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയം വരുമ്പോ കുടുംബത്തെയും സമൂഹത്തെയും പേടിച്ച് ധീരമായി ഇടപെടാൻ, ജീവിതത്തോട് ധീരമായി സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഒരു മുദ്രാവാക്യം ഞാൻ തരുന്നു. എന്താ? എന്റെയും എന്റെ സ്വഹാബത്തിന്റെയും കർമ്മമാർഗം അവലംബിച്ചവരെ രക്ഷപ്പെടുള്ളൂ എന്നാണ്. കാരണം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിലൂടെയാണ് സത്യത്തിൽ ദീനിനെ നമ്മൾ നോക്കിക്കാണുന്നത് അല്ലേ? എന്താ? അവർക്ക് തെറ്റൂലേ? മതം മനസ്സിലാക്കുന്നിടത്ത് അവർക്ക് തെറ്റൂലേ? ഒരു സ്വഹാബിക്ക് ചിലപ്പോൾ തെറ്റാം, പക്ഷേ ഒരു സംഘം സ്വഹാബികൾക്ക് അബദ്ധം വരില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. സ്വഹാബത്ത് റമളാനിന്റെ പകലിൽ ഒരു സ്ത്രീയെ
ഒരു ഭാര്യയെ സ്വന്തം ഭർത്താവിന് ശാരീരിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന് ഇസ്ലാം നിശ്ചയിച്ചു. ഈ നിർദ്ദേശം രാത്രിയിലേക്കും ബാധകമാണ് എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി. ഈ നിർദ്ദേശം രാത്രിയിലേക്കും ബാധകമാണ് എന്ന് സ്വഹാബത്ത് ചിന്തിച്ചു. അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞില്ല. പക്ഷേ അവർക്ക് അവരുടെ ദിവസങ്ങൾ നീണ്ടുപോയപ്പോ ക്ഷമിക്കാൻ കഴിയാത്ത ചിലർ ഭാര്യമാരുമായി കുറ്റബോധത്തോടു കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോഴോ സ്വന്തം കുടിലുകളിൽ, സ്വന്തം വിരിക്കപ്പുറത്ത് അവർക്ക് പറ്റിയ, അവർ തെറ്റായി മനസ്സിലാക്കിയ കാര്യം ഒരാൾ പോലും തിരുനബിയോട് പറയാഞ്ഞിട്ടും ആകാശങ്ങളിൽ നിന്ന് മലക്ക് ജിബ്രീലെത്തി. എന്നിട്ട് പറഞ്ഞു, നബിയേ ഇങ്ങനെയും ഇങ്ങനെയുണ്ട്, അത് പ്രശ്നമില്ല, അത് കുഴപ്പമില്ല എന്ന് തിരുത്താണ്. അഥവാ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കുന്നിടത്ത് അവർക്ക് അബദ്ധം വന്നാൽ, ഒരു സമൂഹത്തിന് അബദ്ധം വന്നാൽ വളരെ കൃത്യമായി അള്ളാഹു തിരുത്തും. അള്ളാഹു തിരുത്തിയത് വേറെയും ഉദാഹരണങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം സുഹൃത്തുക്കളെ, ഈ നിലയ്ക്ക് ജീവിതത്തോട് അതിശക്തമായ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ്. എന്താണെന്നറിയോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം? നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നയം ഉണ്ടോ എന്നുള്ളതാണ്. ഏത് നയം? ഓരോ രംഗത്തും ഞാൻ സ്വഹാബത്ത് സഞ്ചരിച്ച റൂട്ടിലാണോ സഞ്ചരിക്കുന്നത്? ഞാൻ തിരുനബി സഞ്ചരിച്ച റൂട്ടിലാണോ സഞ്ചരിക്കുന്നത്? അതല്ല ജനിച്ചു വീണ് വളർന്ന വീട്ടിൽ ഉപ്പയും ഉമ്മയും നാട്ടുകാരും പഠിപ്പിച്ച ആചാരക്രമങ്ങളെ അന്ധമായി പിൻപറ്റുകയാണോ? വല്ലാഹി വറബ്ബുൽ കഅബ, അല്ലാഹുവാണ് സത്യം, കഅബാലയത്തിന്റെ രക്ഷിതാവാണ് സത്യം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഉറപ്പ് നമുക്കില്ല. സ്വഹാബത്ത് പോലും ജീവിതത്തെ നിരന്തരം പരിശോധിച്ചിരുന്നു, ഇല്ലേ? സ്വഹാബത്ത് ജീവിതത്തെ പരിശോധിച്ചിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നൊരു ചരിത്രമുണ്ട്. എന്താ? നമുക്കൊക്കെ ഇരുന്ന് മണിക്കൂർ ആലോചിക്കണ്ട്. ജീവിതം പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മെല്ലെ സ്വകാര്യമായിട്ട് വന്ന് ചോദിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഈ ഉമറെങ്ങാനും അതിലുണ്ടോന്നാണ്. ഈ ഉമറെങ്ങാനും ആ ലിസ്റ്റിലുണ്ടോന്നാണ്. നോക്കൂ നിങ്ങൾ, ഉമറിന് സ്വർഗമുണ്ട് എന്ന് ലോകത്ത് വെച്ചു തന്നെ, ഭൂമിയിൽ വെച്ചു തന്നെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ വിലയിരുത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അഹ്ലുസുന്ന വൽ ജമാഅയിൽ എത്താനുള്ള മാർഗം? അഹ്ലുസുന്ന വൽ ജമാഅയിൽ എത്താനുള്ള മാർഗം ഒന്നു മാത്രമാണ്. എന്താ അതിനുള്ള മാർഗം? ഒന്നാമത് ഞാൻ പറയുന്നു, പ്രാർത്ഥനയാണ്. അങ്ങനത്തെ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വന്തം ഉപ്പ ആശുപത്രി കട്ടിലിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആക്സിഡന്റിൽ പെട്ടുവെന്നറിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു, ഇല്ലേ? അല്ലെങ്കിൽ സ്വന്തം പരീക്ഷയുടെ റിസൾട്ട് നാളെ വരുമെന്നറിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഹൃദയവും നാഥനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പ്രാർത്ഥന എന്താ? പടച്ചോനെ മുഅ്മിനായി മരിപ്പിക്കണം, മുഅ്മിനല്ലാതെ മരിച്ചുപോയാൽ നാളെ സ്വർഗ്ഗല്ല എന്നുള്ളത് ഉറപ്പാണ്, അല്ലേ? എങ്കിൽ ആ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. പക്ഷേ ആ പ്രാർത്ഥന എന്നും നിർവഹിക്കുന്നുണ്ട്, അത് ആത്മാർത്ഥമാകുന്നില്ല എന്നുള്ളതാ പ്രശ്നം. എന്താ പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. 17 തവണ സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ കൈവച്ച് ഒരു മുഅ്മിനിന്റെ ചുണ്ടിൽ നിന്ന് പോകുന്ന പ്രാർത്ഥന, അല്ലാഹുവേ നേരായ മാർഗത്തിലെത്തിക്കണേ, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ എത്തിക്കണേ എന്ന പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, അത് ആത്മാർത്ഥമായിട്ടുണ്ടാവുക. രണ്ടാമത്തെ ഒരു മാർഗം അഹ്ലുസുന്നയിൽ എത്താനുള്ള രണ്ടാമത്തെ ഒരു മാർഗം എന്താണെന്നറിയോ? പ്രമാണങ്ങളെ അവലംബിക്കുക, പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോരാ. ഓരോ വിഷയത്തിലും എന്റെ സത്യസന്ധമായ നിലപാടിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം, നമ്മൾ ആലോചിക്കണം. 13ാമത് പ്രൊഫ്കോണിന്റെ വേദിയിൽ ഈ ശീതീകരിച്ച റൂമിലിരുന്ന്, ഈ ശീതീകരിച്ച ഹാളിലിരുന്ന് എന്നെ കേൾക്കുന്ന ആളുകളോടൊക്കെ വളരെ കൃത്യമായി പറയാൻ പറ്റും, മുസ്ലിം സമൂഹത്തിലെ വിദ്യാർത്ഥി പ്രായത്തിൽ നിൽക്കുന്ന, ക്യാമ്പസിൽ കഴിയുന്ന വിദ്യാർത്ഥി തലമുറയുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഈ ആയിരങ്ങൾ പങ്കെടുക്കുന്ന സദസ്സിലെ ഒരാൾക്ക് പോലും നാളെ റബ്ബിന്റെ മുന്നിൽ വിശ്വാസത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് തയ്യാറാകാൻ റെഡിയായിട്ടില്ലെങ്കിൽ രക്ഷയില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു ആലോചന ആവശ്യമാണ്. എന്താ, ഞാൻ അഹ്ലുസുന്നത്താണോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വിഷയം എടുക്കുക. ഏറ്റവും ചെറിയ കാര്യം എന്ന് തോന്നുന്ന കാര്യം മുതൽ, അല്ലേ? കൈ കെട്ടുന്ന കാര്യം നമ്മൾ ഇന്ന് കേട്ടിരുന്നു. കൈ കെട്ടുന്ന കാര്യത്തിൽ എവിടെയാണ് പ്രമാണം? എന്താണ് റസൂലുള്ളാഹിന്റെ മാർഗം? സ്വഹാബത്തിന്റെ മാർഗം എന്താണ്? ഖബർ കെട്ടിപ്പൊക്കാമോ? ആയിരക്കണക്കിന് സ്വഹാബത്ത്
മരണപ്പെട്ടിട്ട് പ്രവാചക തിരുമേനി ജീവിച്ചിട്ട് അവരൊക്കെ ഔലിയാക്കളായിട്ട് ഒരാളുടെയെങ്കിലും ഖബർ തിരു റസൂലുള്ളാഹി കെട്ടി ഉയർത്തിയിരുന്നു. മയ്യിത്ത് നമസ്കാരം എങ്ങനെ, അതിനെ കഫൻ ചെയ്യേണ്ടത് എങ്ങനെ, അതിനെ മറവ് ചെയ്യേണ്ടത് എങ്ങനെ, എല്ലാം പഠിപ്പിച്ച തിരുനബി ഈ കാര്യം നിർദ്ദേശിച്ചിരുന്നു. പരിശോധിക്കാൻ നമുക്ക് ധൈര്യം വേണം, പരിശോധിക്കാൻ നമുക്ക് ധീരത വേണം, പരിശോധിക്കാൻ വളരെ കൃത്യമായി ജീവിതത്തിൽ സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം. അഹ്ലുസുന്നത്തിൽ നിന്ന് സ്വാഭാവികമായും തെറ്റിപ്പോയ കക്ഷികളുണ്ട് അല്ലേ? എന്താ, ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ പറഞ്ഞ പിളർപ്പുകൾ സബഇയ്യത്ത് തൊട്ട് തുടങ്ങിയതാണ്. സബഇയ്യത്തിനെ അലവിയ്യത്ത് എന്നും അതുപോലെ തന്നെ ഉസ്മാനിയത്ത് എന്നും രണ്ടായി പിളർന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷേ ചരിത്രം മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിലെ ഡീവിയേറ്റഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ വ്യതിയാന കക്ഷികൾ എന്ന് പറയുന്നതിലെ ഒന്നാമത്തെ കക്ഷിയായി എണ്ണിയ ഖവാരിജിയാക്കൾ. എന്താ, ഖവാരിജിയാക്കൾ മുസ്ലിം സമൂഹത്തെ മുഴുവൻ കാഫിറാക്കി. ഭരിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള അവകാശം അള്ളാഹുവിങ്കൽ നിക്ഷിപ്തമാണ്, വിധിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള അവകാശം അള്ളാഹുവിങ്കൽ നിക്ഷിപ്തമാണെന്ന പ്രഖ്യാപനവുമായി കടന്നു വന്ന നാൾ മുതൽക്ക് പിന്നീട് വേർതിരിവുകളുടെയും ഉൾപിരിവുകളുടെയും കാലഘട്ടമായിരുന്നു. ഞാൻ അങ്ങോട്ട് വല്ലാതെ പോകുന്നില്ല. ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ ഓരോ കക്ഷിയെയും സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നമ്മുടെ തന്നെ ദാവാ കൗണ്ടറിൽ ഒരുക്കിയ വിശ്വാസം 1-ാം വോള്യം എന്ന പുസ്തകം, വിശ്വാസം 1 എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ കക്ഷികളെ സംബന്ധിച്ചൊക്കെ ഉണ്ട്. മുഅ്തസിലിയാക്കൾ, ജഹ്മിയാക്കൾ, ജബരിയാക്കൾ, മുർജിഇകൾ, ഇങ്ങനെ ഒരുപാട് കക്ഷികൾ. ആ കക്ഷികളിലെ ഉൾപിരിവുകൾ ഇസ്ലാമിക സമൂഹത്തിൽ വന്നു. എങ്ങനെ വന്നു അത് പഠിക്കണം, എങ്ങനെ വന്നു അത് പഠിക്കണം. ഖവാരിജിയാക്കൾ എങ്ങനെ ജനിച്ചു, ഖവാരിജിയാക്കൾക്ക് വിരുദ്ധമായി മുർജിയകൾ എങ്ങനെ ഉണ്ടായി, മുർജിയകളും ഖവാരിജിയാക്കളും വന്നപ്പോൾ രണ്ടു കക്ഷിയുടെയും മറ്റൊരു അറ്റത്ത് എങ്ങനെ ഷിയായിസം രൂപം കൊണ്ടു. ഷിയായിസത്തിന്റെയും ഖവാരിജിയത്തിന്റെയും ഒക്കെ ആ സഞ്ചാര കാലഘട്ടങ്ങൾക്കു ശേഷം മുഅ്തസിലിയത്തും ജബരിയത്തും ജഹ്മിയത്തും എങ്ങനെ വന്നു. ഓരോ കക്ഷിക്കും അവരെ വിശ്വാസങ്ങളുണ്ട്, ഓരോന്നും ഓരോ വിഷയത്തിൽ തെറ്റിപ്പിരിഞ്ഞതാണ്. പക്ഷേ പൊതുവായി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, ഇവരൊക്കെ പിരിയാൻ ചില അടിസ്ഥാന കാരണങ്ങളുണ്ട്. ഇങ്ങനെ കക്ഷികൾ ഉണ്ടാകാനുള്ള ചില അടിസ്ഥാന കാരണമുണ്ട്. ഒന്ന്, പ്രമാണം നിഷേധിച്ചതാണ്. അപ്പോ മുസ്ലിം സമൂഹത്തിലെ തർക്കം തീരാത്തതിന്റെ അടിസ്ഥാന പ്രശ്നം അതാണ്. ഒന്നുകിൽ ഒന്നാമത്തെ കാരണം പ്രമാണം നിഷേധിക്കുന്നതാണ്. ഒരു ചരിത്രം ഞാൻ പറയാം. ഖദർ നിഷേധം, അള്ളാഹു എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടില്ല എന്ന വാദം, അള്ളാഹു മനുഷ്യന്റെ ഓരോ മിനിറ്റും അപ്പാപ്പോൾ സംഭവിക്കുന്നതാണ് എന്ന വിശ്വാസം ആദ്യമായി തുടങ്ങിയത് മഅബദുൽ ജുഹനി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ബസ്രയിൽ മഅബദുൽ ജുഹനി തന്റെ പുതിയ വാദഗതിയുമായി ചരിത്രത്തിലേക്ക് കടന്നു വന്നപ്പോ ആ ബസ്രയിൽ നിന്ന് ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട 2 വ്യക്തികൾ തീരുമാനിച്ചു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും പ്രമുഖരായ 2 സ്വഹാബികളെ ഞങ്ങൾ പോയി കാണും, ഒരു സ്വഹാബിയെ ഞങ്ങൾ പോയി കാണും, എന്നിട്ട് അവരോട് വിഷയം സംസാരിക്കും, സംസാരിച്ചിട്ട് എന്താണ് ഇതിന്റെ വിധി എന്ന് അന്വേഷിക്കും. കഅബാലയത്തിൽ വന്ന് സുന്നത്ത് നമസ്കരിച്ച് നോക്കുമ്പോൾ അതാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു പുതിയ വാദഗതിയുണ്ട്. എന്താ വാദഗതി? ഭൂമിയിൽ ജനിച്ചു വീഴുന്ന മനുഷ്യന്റെ മുഴുവൻ ജീവിതക്രമങ്ങളെയും റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്, മില്ലി സെക്കൻഡുകളെ റബ്ബ് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വാദഗതി അത് ഇസ്ലാമികമല്ല, ഖദർ എന്ന ഒന്ന് ഇല്ല എന്നാണ് മഅബദ് പറയുന്നത്. ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നറിയോ? ഫൈദാ റഅയ്ത ഹഉലാഇ ഫഖ്ബിർഹും ഫഇന്നി ബരീഉം മിൻഹും ഫഇന്നഹും ബുറാഉ മിന്നി. നിശ്ചയം ആ വിഭാഗം ആളുകളെ ബസ്രയിൽ നീ എത്തിയതിനു ശേഷം കണ്ടാൽ നീ പറയുക, കിസ്റയും കൈസറും ഞെട്ടി വിറപ്പിക്കപ്പെട്ട ഉമറിന്റെ പുത്രൻ ഉമറില്ലേ, ആ ഉമറിന്റെ പുത്രനില്ലേ ഇബ്നു ഉമർ, അബ്ദുല്ലാഹിബിൻ ഉമറും അവരും തമ്മിൽ ആദർശത്തിന്റെ ഒരു ബന്ധവുമില്ല. അവർക്ക് അബ്ദുല്ലാഹിബിൻ ഉമറുമായി ബന്ധമില്ല, അബ്ദുല്ലാഹിബിൻ ഉമറിനോ അവരുമായി ബന്ധമില്ല റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആയത്ത് ഓതി കൊടുത്തു. മഅബദിന്റെ അടുത്ത് പോയി വിഷയം പറഞ്ഞപ്പോ അദ്ദേഹം ആയത്ത് സ്വീകരിച്ചില്ല. അതോടുകൂടെ അന്ന് മഅബദ് അങ്ങനെ ഒരു വാദഗതി തള്ളുകയും ആയത്ത് സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ പിന്നീട് അങ്ങനത്തെ ഒരു കക്ഷി ഉണ്ടാകില്ലായിരുന്നു, ഖദരിയാക്കൾ. അപ്പോ ഖദരിയാക്കൾ ഉണ്ടായത് എന്തുകൊണ്ടാ? അത് ഉണ്ടാക്കിയ ആൾക്ക് ആയത്തോതി കൊടുത്തിട്ട് ആയത്ത് സ്വീകരിക്കാത്തത് കൊണ്ട് ഇല്ലേ? ഇനി 2 നോക്കൂ നിങ്ങൾ. രണ്ടാമത്തെ കാരണം ദുർവ്യാഖ്യാനമാണ്. ആയത്ത് അംഗീകരിക്കുകയും പ്രമാണങ്ങൾ അംഗീകരിക്കുകയും അംഗീകരിക്കപ്പെടുന്ന പ്രമാണങ്ങളിൽ നിന്ന് തെളിവുകൾ എടുത്തു വെച്ച് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുക. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്ത് ഉദാഹരണം. ഖവാരിജിയാക്കൾ ഉണ്ടാകുമായിരുന്നില്ല, ചരിത്രത്തിൽ ഖവാരിജിയാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനും മുആവിയ റളിയല്ലാഹു അൻഹുവിനും എതിരായി
അവർ രണ്ടുപേരും അവരെ അംഗീകരിക്കുന്നവരും മുഴുവൻ ഇസ്ലാമിക വൃത്തത്തിന്റെ പുറത്താണെന്ന വാദഗതിയുമായി ഈ ആയത്ത് മോദി അവർ വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു അവരെ തിരുത്തിയിരുന്നു മിമ്പറിൽ വെച്ചു തന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് പറഞ്ഞയച്ച് തിരുത്താനുള്ള സംവിധാനം ചെയ്തിരുന്നു. അല്ലേ? അങ്ങനെ കുറെ ആളുകൾ തിരുത്തി, ബാക്കിയുള്ള ആളുകൾ ആ വാദഗതിയിൽ തന്നെ ഉറച്ചു നിന്നു. എന്താ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം റബ്ബിന് മാത്രമേ ഉള്ളൂ, വിധികർത്തൃത്വം റബ്ബിന് മാത്രമേ ഉള്ളൂ എന്നതിന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചൊരർത്ഥമുണ്ട്, പ്രവാചക തിരുമേനി നിശ്ചയിച്ചൊരർത്ഥമുണ്ട്. അല്ലെ? ആ അർത്ഥത്തിന് വിരുദ്ധമായി ആ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ ഒരുപക്ഷേ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോലും നീളുന്ന ശാഖയായി ഖവാരിജിയത്തിന്റെ ആ ചിന്താധാര ഇന്നും ചരിത്രത്തിൽ നിലനിൽക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ ഒരു കാരണം എന്താ? ഇസ്ലാമിക സമൂഹത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ ഒരു കാരണം, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഗ്രൂപ്പുകൾ ഈ കാലഘട്ടങ്ങളിലും തുടരുന്ന ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള മറ്റൊരു കാരണം എന്താണെന്നറിയോ? മറ്റൊരു കാരണം അത് മദ്ഹബി പക്ഷാപാതിത്വമാണ്, അന്ധമായ അനുകരണമാണ്. ചില മദ്ഹബിന്റെ ആളുകൾ പറഞ്ഞത്, നമ്മുടെ മദ്ഹബിന് വിരുദ്ധമായി വല്ല വചനങ്ങളും കണ്ടാൽ ഒന്നുകിൽ അത് തള്ളണം, ഹദീസ് കണ്ടാൽ അതിനെ ലഈഫാക്കണം, അല്ലെങ്കിലോ അതിനെ മദ്ഹബിനൊപ്പിച്ച് വ്യാഖ്യാനിക്കണമെന്നാണ്. മദ്ഹബിനൊപ്പിച്ച് വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ അത് തള്ളണമെന്ന് സുഹൃത്തുക്കളെ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞത് കാണാൻ കഴിയും. എങ്കിൽ നിങ്ങൾ നോക്കൂ, വിഷയം എത്ര ക്ലിയറാ. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട മദ്ഹബുകൾ, അല്ലേ? ആ മദ്ഹബുകളുടെ പിൽക്കാലഘട്ടങ്ങളിൽ വന്നവരാണ് ഈ വാദഗതി അവതരിപ്പിച്ചത്. ഏത് വാദഗതി? നമ്മുടെ മദ്ഹബിന് വിരുദ്ധമായത് കണ്ടാൽ ആ കണ്ട തെളിവിനെ ഒന്നുകിൽ തള്ളുക, അല്ലെങ്കിലോ അതിനെ മദ്ഹബിനൊപ്പിച്ച് വ്യാഖ്യാനിക്കുക. ആ തത്വമാണ് മുസ്ലിം സമൂഹത്തിലെ ഗ്രൂപ്പിസത്തിന്റെ മറ്റൊരു കാരണം. അപ്പോൾ ഇങ്ങനെ കുറെ കാരണങ്ങൾ എണ്ണാമെങ്കിലും നോക്കൂ നിങ്ങൾ, പ്രമാണങ്ങൾ സ്വീകരിച്ച കാലഘട്ടങ്ങളിലൊക്കെ ഗ്രൂപ്പിസ് അവസാനിച്ചിട്ടുണ്ട്. എന്താ പരിഹാരം? എന്താണ് പരിഹാരം? പ്രമാണങ്ങളിലേക്ക് മടങ്ങലാണ്, അല്ലെ? അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറ ഏതൊരു വിഷയം കൊണ്ട് മാറിയോ ആ വിഷയം കൊണ്ട് മാത്രമേ ഇതിന്റെ അവസാന കാലഘട്ടവും മാറുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, അല്ലേ? മാറിയിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് പ്രവാചകൻ വഫാത്തായിട്ടില്ല, മരിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച ആളായിരുന്നു. മരിച്ചു എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് മുഴുവൻ അദ്ദേഹം വിധി പ്രഖ്യാപിച്ചു. എന്താ വിധി? ഇന്ന റിജാലം മിനൽ മുനാഫിഖീന യസ്ഉമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി എന്ന് പറയുന്നവർ മുഴുവൻ കപട വിശ്വാസികളാണ്. വാളുയർത്തിയവരെ വെട്ടാനോങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ 2 ആയത്തുകൾ ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് വിഷയം ബോധ്യപ്പെട്ടു, അല്ലേ? ഉടനെ ആ വാദഗതി തിരുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതാ എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടിൽ ഒരു കക്ഷി ഉണ്ടാകുമായിരുന്നു. ഏതാണ് ആ കക്ഷി? ലോകത്തിന്റെ റസൂൽ തിരിച്ചു വരുന്ന നാളും നാഴികയും കാത്തിരിക്കുന്ന ഒരു കക്ഷി, അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, പ്രവാചക തിരുമേനിയുടെ വിശുദ്ധ ശരീരം മറവ് ചെയ്യും മുമ്പ് മുസ്ലിം സമൂഹത്തിൽ ഉയർന്ന മറ്റൊരു തർക്കമായിരുന്നു. എന്തെന്നറിയോ? മറ്റൊരു തർക്കമായിരുന്നു ആർക്കായിരിക്കണം ഖിലാഫത്ത് എന്നത്, ആർക്കായിരിക്കണം അധികാരം. പ്രവിശാലമായ രാഷ്ട്രം ഇനിയും വികസിക്കുമെന്ന പ്രവാചകൻ പ്രഖ്യാപിച്ച രാഷ്ട്രം സ്വാഭാവികമായും അധികാര തർക്കം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അധികാര തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികളിലേക്ക് കടന്ന സദസ്സിലേക്ക് കയറി ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുനബി പറഞ്ഞൊരു വാചകം എനിക്കറിയാം, ഖുറൈശികൾക്കാണ് നേതൃത്വം നൽകേണ്ടത്. സഭ സമ്മേളിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച്, അല്ലെങ്കിൽ അധികാരിയെ നിശ്ചയിച്ച് അവര് പ്രഖ്യാപനത്തിനൊരുങ്ങുമ്പോ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് തന്നെ സ്വയം പിരിഞ്ഞു പോകുന്നു. പ്രവാചക തിരുമേനി ഖുറൈശികൾക്കാണ് നേതൃത്വം നൽകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് അർഹനല്ല. അദ്ദേഹം സ്വയം പിന്മാറുന്നു. ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യൻ അങ്ങാണ്. ഒരു രാത്രിയിൽ തന്റെ കഥകൾ മുട്ടിയിട്ട് അബൂബക്കർ എന്റെ കൂടെ ഹിജ്റക്കൊന്ന് പോരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹിജ്റയുടെ വേദന നിറഞ്ഞ പ്രവാസ ജീവിതത്തിന്റെ ആ വേദനകളിലേക്ക് വലിച്ചെറിയപ്പെടാൻ സ്വയം സന്നദ്ധനായ അങ്ങുണ്ടായിരിക്കെ മറ്റൊരാളെ ഈ അധികാരത്തിന് യോഗ്യനല്ല എന്ന അർത്ഥത്തിൽ, എന്ന ആശയത്തിൽ അന്ന് സംസാരിക്കുന്നു, അല്ലേ? ആ പ്രശ്നം തീർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ
സുഹൃത്തുക്കളെ, അൻസാരികളുടെ പേരിൽ ലോകത്തൊരു കക്ഷി നിലനിൽക്കുമായിരുന്നു, മുഹാജിരീങ്ങളുടെ പേരിൽ ലോകത്ത് മറ്റൊരു കക്ഷിയും നിലനിൽക്കുമായിരുന്നു. അബദ്ധം പറ്റിയവർ അല്ലെങ്കിൽ വീക്ഷണ വ്യത്യാസം വന്നവർ അന്നത് തിരുത്തിയത് കൊണ്ടത് പിന്നീട് ഉണ്ടായില്ല. ഇനി മൂന്നാമത്തെ തർക്കം പ്രവാചക തിരുമേനിയുടെ വിശുദ്ധ ജനാസ എവിടെ വെക്കണമെന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും മറ്റു പ്രവാചകന്മാരുടെയും ഒക്കെ ഓർമ്മകൾക്ക് പ്രവാചക ചരിത്രങ്ങളുടെ ഓർമ്മകളുടെ സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫലസ്തീനിന്റെ മണ്ണിലേക്ക് തിരുനബിയുടെ ശരീരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഒരു വിഭാഗം. രണ്ടാമത്തെ ഒരു വിഭാഗം അല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ശൈശവവും അവിടുത്തെ ബാല്യവും യുവത്വവും പിന്നീട് പ്രവാചകത്വത്തിന്റെ ഏറ്റവും കൂടുതൽ കാലഘട്ടവും ചിലവഴിക്കപ്പെട്ട മക്കയിൽ തന്നെ ആ ശരീരം മറവ് ചെയ്യണമെന്ന് പറയുന്ന മറ്റൊരു കക്ഷി ഇല്ല. ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ അഭയം നൽകപ്പെട്ട അൻസാറുകൾക്ക് റസൂലുള്ളാഹി കൊടുത്ത വാക്ക്, അൻസാറുകളെ ഇനിയൊരു തിരിച്ചുപോക്ക് ഈ നാട്ടിൽ നിന്ന് ഇല്ല എന്നാണ്. അതുകൊണ്ട് ഈ നാട് വിട്ട പ്രവാചകനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. 3 ആളുകളും 3 അഭിപ്രായങ്ങൾ മദീന പള്ളിയുടെ മുറ്റത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ തിരുനബിയുടെ ഹദീസുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗത്ത് വരുന്നു. നഹ്നു മഹ്ശറൽ അംബിയ, ഞങ്ങൾ പ്രവാചകന്മാരാണ്, ഞങ്ങളെ മറവ് ചെയ്യേണ്ടത് ഞങ്ങൾ വഫാത്തായ അതേ സ്ഥലത്തു തന്നെയാണ്. കട്ടിൽ നീക്കുന്നു, വീട്ടിൽ മറവ് ചെയ്യുന്നു. എന്തേ വീട്ടിന്റെ ഉള്ളിലായത്? ഒരു കാരണം ഇതാണ് അല്ലേ? അവിടെ ഖബറെടുക്കുന്നു, ആ ശരീരം വേദനയോട് കൂടെ മണ്ണിലേക്ക് വെക്കുന്നു, എന്നിട്ടോ ഒരൊറ്റ വാദഗതിയോട് കൂടെ തിരിച്ചു വരുന്നു. ഇല്ല, ഫലസ്തീനിലേക്കെന്ന് പറഞ്ഞവർ അന്ന് ചരിത്രത്തിൽ പിൻവാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ, മക്കയിലേക്കെന്ന് പറഞ്ഞവർ അന്ന് ചരിത്രത്തിൽ പിൻവാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു സംഘടനക്ക് കൂടെ ഈ ABCD എന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒരു സംഘടന കൂടെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഈ സംസാരത്തിൽ നിന്ന് ഞാൻ വിടവാങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അഹ്ലുസുന്നത്താണെന്ന് സ്വയം വാദിച്ചത് കൊണ്ടോ, അഹ്ലുസുന്നത്തെന്ന് സ്വന്തം സംവിധാനങ്ങൾക്കും സംഘടനകൾക്കും പേരിട്ടത് കൊണ്ടോ, അഹ്ലുസുന്നത്തി കാരണവന്മാർ പിൻപറ്റിപ്പോരുന്ന കർമ്മമാർഗമാണെന്ന് വിശ്വസിച്ചത് കൊണ്ടോ സ്വർഗം ലഭിക്കുകയില്ല. ബിലാലും അമ്മാറും പോയ സ്വർഗത്തിൽ പോകാൻ ഇത്തിരി പണിയാണ് അല്ലേ? ബിലാലും അമ്മാറും പോയ സ്വർഗത്തിൽ പോകാൻ ഇത്തിരി പണിയാണ്. ആസിയ ബീവി പോയ സ്വർഗത്തിൽ പോകാൻ ഇത്തിരി പണിയാണ്. അതുകൊണ്ട് ഈ സദസ്സിന് ധൈര്യം ഉണ്ടാവണം. ഓരോ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ധൈര്യം ഉണ്ടാകണം. എന്തിനാ ധൈര്യം എന്നറിയോ? എന്തിനാ ധൈര്യം വേണ്ടതെന്നറിയോ? മറ്റൊരു കാര്യത്തിനല്ല, ധൈര്യം വേണ്ടത് ഒരൊറ്റ കാര്യത്തിനാണ്. ആ കാര്യത ഞാൻ മുഅ്മിനായിട്ട് മരിക്കണം എന്നുള്ള വിഷയത്തിൽ. മുഅ്മിനായിട്ട് മരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങളുടെ കൈ ഇത്തിരി പൊങ്ങിയാൽ, പ്രവാചക ചര്യ അനുസരിച്ച് പൊങ്ങിയാൽ, നിങ്ങളെ ഇന്നലെ വരെ സ്നേഹപൂർവ്വം നോക്കിയവർ ഇന്ന് മുതൽക്ക് ക്രൂരമായി നിങ്ങളെ നോക്കും. നിങ്ങളുടെ ജനാസ നമസ്കരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ചർച്ച ചെയ്യും ഇല്ലേ? നിങ്ങൾ അങ്ങനത്തെ ഒരു കർമ്മസരണിയിൽ ചേർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവികാല ജീവിതത്തിന്റെ സങ്കല്പങ്ങളിലേക്ക് കയറി വരുമ്പോൾ ഒരുപാട് ഉടക്കുകളും ഉണ്ടാകും. അങ്ങനെ 100 പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഉറബാക്കൾക്ക് ഫത്തൂബാലിൽ ഉറബ, ഒറ്റപ്പെടുന്നവരെ നിങ്ങൾക്ക് സന്തോഷ വാർത്ത എന്ന് റസൂലുള്ളാഹി പറഞ്ഞ സന്തോഷ വാർത്തയിൽ ആവേശം കൊള്ളുന്നവർക്ക് ഹൃദയം നിറയെ ആശംസകൾ പ്രവാചകൻ നേർന്നതുകൊണ്ട് നമുക്ക് ധൈര്യമാണ് അല്ലേ? സ്വർഗ്ഗമുള്ളതുകൊണ്ട് ധൈര്യ. സ്വർഗ്ഗമില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, നമുക്ക് ചിന്തിക്കാം. ഈത്തപ്പനയുടെ മണ്ണിൽ ആ പ്രവാചകൻ കെട്ടിപ്പടുത്ത മഹത്തായ ആദർശം, ബദറിന്റെ രണാങ്കണ ഭൂമിയിൽ ആ പ്രവാചകൻ സൃഷ്ടിച്ച ആദർശം, ഹുനൈനിന്റെയും ഖന്തക്കിന്റെയും ധീര പോരാട്ടങ്ങളിലൂടെ പ്രവാചകൻ സൃഷ്ടിച്ച ആദർശം, ആ ആദർശത്തിന്റെ കർമ്മസരണിയാണ് നമ്മുടെ വഴി. ആ കർമ്മസരണി സ്വീകരിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്ത് എന്ന് മുൻഗാമികൾ പേര് കൊടുത്തത്. അഹ്ലി എന്ന് പറഞ്ഞാൽ ആളുകൾ. എന്തിന്റെ ആളുകൾ? സുന്നത്തിന്റെ ആളുകൾ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരമടങ്ങുന്ന നിർദ്ദേശങ്ങൾ, ഖുർആനിന്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആ ഖുർആനും സുന്നത്തും പ്രചരിപ്പിച്ച സ്വഹാബത്തിന്റെ മാർഗം, ആ മാർഗം അവലംബിച്ച് ജീവിക്കുന്ന ആളുകളാകാൻ നമുക്ക് കഴിയുക. നാഥൻ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു അനുസരിച്ച് മുന്നേറാൻ നമുക്ക് കരുത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.